നമസ്കാരം. വഖഫ് ബിൽ പാർലമെന്റിൽ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എംപിമാരാണ്. ചെകുത്താനും കടലിനുമിടയിൽ എന്ന് പണ്ടുള്ളവർ പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എംപിമാർക്ക്. വഖഫിനും കടലിൻ്റെ മക്കളായ മുനമ്പം ജനതയുടെ ഇടയിൽ കിടന്ന് നമ്മളിനി എന്തു ചെയ്യും മല്ലയ എന്ന് ചോദിക്കുന്ന അവസ്ഥയായി അവർക്ക്. മുനമ്പത്തെ ജനതയെ രക്ഷിക്കാൻ ഇനി വഖഫ് ഭേദഗതിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ അവസ്ഥയിൽ എത്തിച്ചതും. ഇത്രയും നാൾ കേരള സർക്കാരിനും കമ്മീഷനും മുൻപത്തുകാരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞിറങ്ങിയ രാഷ്ട്രീയക്കാർക്ക് കേരള ഹൈക്കോടതി വിധിയിലൂടെ വാ അടയ്ക്കേണ്ട അവസ്ഥയായി. മുനമ്പം ജനതയുടെ ആവശ്യം ന്യായമാണെന്നും അവർക്ക് നീതി നടത്തിക്കൊടുക്കണമെന്നും ഏതൊരു കൊച്ചുകുഞ്ഞിനും വരെ അറിയാവുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ഭേദഗതിയെ എതിർത്താൽ അത് മുനമ്പത്തുകാർക്കെതിരെ കേരളത്തിലെ എംപിമാർ എടുക്കുന്ന നിലപാടായി മാറും. എന്നാൽ വഖഫ് ഭേദഗതിയെ എതിർത്തില്ലെങ്കിൽ അത് മുസ്ലിം വോട്ട് ബാങ്കുകളെ ബാധിക്കും. ഈ ഒരു അവസ്ഥയിൽ എരിഞ്ഞിരിക്കുന്ന നമ്മുടെ എംപിമാർക്കിടയിൽ എരുതിയിൽ എണ്ണയുമായി വന്നത് നമ്മുടെ KCBCയുടെ സർക്കുലർ ആയിരുന്നു. കേരളത്തിലെ എംപിമാർ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം. കേരള മെത്രാൻ സമിതി ഒന്നടങ്കം എടുത്ത ഈ തീരുമാനത്തെ എന്തു ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് കുടുങ്ങുന്നു. മുസ്ലിം വോട്ട് ബാങ്കിൽ ലക്ഷ്യമുള്ള എംപിമാർ അതിനെ തള്ളിയാലും ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ച ക്രൈസ്തവ എംപിമാർക്ക് അതിനെ അങ്ങ് തള്ളാൻ സാധിക്കുമോ? അങ്ങനെ അവർ തള്ളിയാൽ തന്നെ നാളെ ക്രൈസ്തവരുടെ വോട്ട് ചോദിച്ച് എങ്ങനെ അവർ കടന്നു വരും? പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരുടെ സ്വന്തം പാർട്ടി എന്ന് കരുതി പോന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള എംപിമാർ KCBC നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഭാഗികമായി വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന നിലപാടെടുത്ത് കോൺഗ്രസിൽ തന്നെ ഭിന്നഭിപ്രായമുണ്ടാക്കി. KCBCയുടെ സർക്കുലറിന് പിന്നാലെ കത്തോലിക്ക കോൺഗ്രസ്, KLCA, മറ്റു രൂപതകളും ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ക്രൈസ്തവരുടെ ഈ ഒരുമിച്ചുള്ള മുന്നേറ്റത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ കോൺഗ്രസ് കുഴങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്താൽ അത് കേരളത്തിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാർക്കും പുല്ലുവില നൽകുന്നതിന് തുല്യമാവും. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കാത്ത ഒരു സംഭവമായാണ് മുനമ്പത്തുകാരുടെ വോട്ട് വാങ്ങി ജയിച്ച നമ്മുടെ ഹൈബി ഈഡൻ എംപിയുടെ ഭാവം. ഇന്ത്യ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്നും പറഞ്ഞ് എമ്പുരാന്റെ നട്ടലിന് ബലം നൽകാൻ കഷ്ടപ്പെടുന്ന അദ്ദേഹം സ്വന്തം നട്ടല് നിവർത്തി മുനമ്പം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന് വഖഫ് ബോർഡിനെ നോക്കി പറഞ്ഞിരുന്നെങ്കിൽ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഭൂമി സ്വന്തമാക്കിയ ആ മുനമ്പം ജനതയുടെ നട്ടലിനെ പ്രശംസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ മുനമ്പം ജനത പറഞ്ഞേനെ, ഞങ്ങൾക്ക് നട്ടെല്ല് വളയ്ക്കാത്ത ഒരു MP ഉണ്ടെന്ന്. അതല്ലേ ഹൈബി ഈഡൻ MP ചെയ്യേണ്ടത്? എമ്പുരാന്റെ നട്ടെല്ല് നോക്കി പ്രശംസിക്കാൻ അതൊരു സിനിമയാണ്, ഒരു കച്ചവടമാണ്. ഇവിടെ ജീവിതം പോലും കടലിൽ മുങ്ങി താഴ്ന്ന അവസ്ഥയിൽ അങ്ങേക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച ഒരു ജനത കണ്ണീർ കടലിൽ ആണ്. അവരുടെ നട്ടെല്ല് തകരാതിരിക്കാനാണ് അവരുടെ MP ആയ താങ്കൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഹൈബി ഈഡൻ MPയുടെ പോസ്റ്റിലൂടെ ഒരു കാര്യം വ്യക്തം: കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ നട്ടെല്ല് താങ്ങിപ്പിടിക്കുന്നത് വോട്ട് ബാങ്ക് മാത്രമാണ്. വോട്ട് ബാങ്കിന് വേണ്ടി ഇവർ എന്ത് നിലപാടും എടുക്കും. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വോട്ട് ബാങ്ക് നോക്കാതെ ഏത് സാധാരണക്കാരൻ്റെയും മുമ്പിൽ നട്ടെല്ല് വളയ്ക്കുന്ന ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ആ നട്ടെല്ലൂരി ചില ആളുകൾക്ക് പണയം വയ്ക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇവിടെ നട്ടെല്ലും അഭിമാനവും തൻ്റെ ഇടവും ആർക്കും പണയം വയ്ക്കാത്ത ഒരു ജനതയുണ്ട്. നിങ്ങളുടെ ഭാഷയിലുള്ള കോമൺ മാൻ. ഇവിടെ മുനമ്പത്ത് കണ്ടത് ഇതാണ്. വഖഫ് ഭേദഗതി ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആവർത്തിച്ചുള്ള നുണകളാണ് ഈ മുനമ്പം ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത്. വഖഫ് ആക്ടിലെ കള്ളത്തരങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവന്ന് ഈ മത്സ്യത്തൊഴിലാളികളുടെ പോരാട്ട വീര്യം തന്നെയാണ്. ആരുമില്ലാതെ ദൈവത്തെ മാത്രം മുന്നിൽ നിർത്തി ഈ വഖഫ് ആക്ട് എന്ന ഭീകരതയ്ക്കെതിരെ പോരാടുന്ന അവർ വിജയം വരിക്കുക തന്നെ ചെയ്യും. നാളെ ചരിത്രമാകുന്ന ആ വിജയത്തിൽ ഇനി തങ്ങളുടെ ഒരു പങ്ക് വേണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വഖഫ് ഭേദഗതിക്ക് അനുകൂലമായി നിൽക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാരെങ്കിലും. നന്ദി.